തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വാടക ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എക്കെതിരെ കോൺഗ്രസ് കൗൺസിലർ കെ. ശബരിനാഥൻ രംഗത്ത് വന്നു. എം.എൽ.എ. ഹോസ്റ്റലിൽ മുറിയുള്ള പ്രശാന്തിന് എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഒരു ഓഫീസ് എന്നാണ് ശബരിനാഥന്റെ ചോദ്യം. വി.കെ. പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്നും കെ. ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പൂച്ചയ്ക്ക് എന്തിന് മുന്നെടുക്കുന്നത് കാര്യമൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാര്യം ഇപ്പോൾ കെ. ശബരിനാഥൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറാണ്. എന്നാലും BJP എടുത്ത നിലപാടിന് അനുകൂലമായി കോൺഗ്രസ് അംഗം ഒരു നിലപാടെടുത്തു എന്നുള്ള രീതിയിലുള്ള വിമർശനം ശബരിനാഥനെതിരെ ഉയരാൻ സാധ്യതയുണ്ടോ? SKN അത്തരം വ്യാഖ്യാനങ്ങൾ എന്താണെങ്കിലും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അതിനെതിരെ ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ ഈ ശബരിനാഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം, അദ്ദേഹം നേരത്തെ നിയമസഭാ സാമാജികനായിരുന്നു. ആ സമയത്ത് അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് ആര്യനാട് ഒരു കെട്ടിടത്തിൽ വാടകയ്ക്കാണ് താമസിച്ചത്. അങ്ങനെ ഒരു മുറി വാടകയ്ക്കെടുത്ത് മാസം തോറും വാടക കൊടുത്ത് താമസിച്ചിരുന്നു. പക്ഷേ ഇവിടെ വി.കെ. പ്രശാന്തിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹത്തിന് സൗജന്യമായി സർക്കാർ ഒരു കെട്ടിടം അത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ പരിധിയിൽ തന്നെ നിയമസഭാ ഹോസ്റ്റലിൽ നൽകുന്നുണ്ട്. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31, 32 നമ്പർ 1-ാം തരം 2 മുറികൾ അങ്ങക്ക്, അതായത് പ്രശാന്തിന് വാടക ഇല്ലാതെ, പൈസ ഇല്ലാതെ, പണമില്ലാതെ സൗജന്യമായി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യമുള്ളപ്പോൾ, അങ്ങനെ ഒരു സൗകര്യമുള്ളപ്പോൾ MLA എന്തിനാണ് നഗരഹൃദയത്തിൽ ഇങ്ങനെ ഒരു മുറിയിൽ, ശാസ്താമംഗലത്തെ ഒരു മുറിയിൽ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിരുന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട SKN ഇവിടെ 300 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കേവലം 832 രൂപ വാടകയ്ക്കാണ് വി.കെ. പ്രശാന്ത് അവിടെ ഇരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്നലെ വി രാജേഷ് മേയർ പറഞ്ഞിരുന്നു, ഇപ്പോൾ നിലവിലൊക്കെ തന്നെ 1 സ്ക്വയർ ഫീറ്റിന് 50 രൂപയാണ് വാടക. അങ്ങനെയാണെങ്കിൽ കൂടി 15,000 രൂപ ഒരു മാസം ഈടാക്കാവുന്നു. പക്ഷേ ഇവിടെ 832 രൂപ മാത്രമാണുള്ളത്. ഇങ്ങനെയുള്ള അനധികൃതമായി ഇങ്ങനെ കുറഞ്ഞ നിലയിൽ വാടകയ്ക്ക് നൽകുന്ന പല കെട്ടിടങ്ങളും. പക്ഷേ വി.കെ. പ്രശാന്തിൻ്റെ വാദം ഈ അടുത്ത വർഷം, അതായത് 2026 മാർച്ച് 31 വരെ അദ്ദേഹത്തിന് അവിടെയുള്ള കരാർ ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ നിയമസഭാ സാമാജികന്റെ നിലയിൽ ആ മുറി ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം താൻ പറയുകയാണെന്നാണ് ശബരിനാഥൻ പറയുന്നത്. മാത്രമല്ല, നഗരസഭയിലെ ഇപ്പോഴത്തെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശബരിനാഥൻ പറയുന്നത് നഗരസഭ എല്ലാ കൗൺസിലർമാർക്കും ഈ വിധത്തിൽ കൗൺസിലർമാർക്ക് പര്യാപ്തമാകുന്ന ഒരു മുറി നഗരസഭ തന്നെ അവിടെ സൗകര്യം ചെയ്ത് നൽകണമെന്നും അടിസ്ഥാന സൗകര്യം നഗരസഭ തന്നെ ഒരുക്കണമെന്നുള്ള അഭ്യർത്ഥനയും ശബരിനാഥൻ നൽകുന്നുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ ഇത് BJPക്ക് അനുകൂലമായ ഒരു അഭിപ്രായമായി എന്താണെങ്കിലും CPM ഇതിനെ ഉയർത്തിക്കാട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും ഈ വി.കെ. പ്രശാന്ത് R. ശ്രീലേഖ തർക്കം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് നഗരസഭയും വലിയൊരു അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. SKN മനീഷ്, യഥാർത്ഥത്തിൽ ഈ ചെറിയൊരു വാടക മുറി ഇത്രയധികം വിവാദത്തിലേക്ക് പോകുന്നത് ഒട്ടും സുഖകരമായ കാര്യമല്ല. എനിക്ക് തോന്നുന്നത് ഈ ടെലിവിഷൻ ചാനലുകളെല്ലാം കൂടെ ചിലവാക്കി എയർ ടൈം നോക്കിയാൽ ആ കെട്ടിടം തന്നെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള ചിലവായി കാണും ഇപ്പോൾ. അപ്പോൾ ഈ കെ. ശബരിനാഥൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്? കാരണം ഇത് കോർപ്പറേഷനുള്ള സ്നേഹമാണോ അതോ വി.കെ. പ്രശാന്തിനെ അവിടുന്ന് ഇറക്കാനുള്ള പരിപാടിയാണോ? SKN സൂചിപ്പിച്ചതുപോലെ 2 കാര്യങ്ങളും ഉണ്ടാകാം. ഒന്ന്, വി.കെ. പ്രശാന്ത് ഇത്ര ചെറിയ വാടകയ്ക്ക്, അതും ശാസ്തമംഗലത്തെ ഒരു കെട്ടിടത്തിൻ്റെ വാടകയൊക്കെ നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഒരു കെട്ടിടത്തിന് എത്ര രൂപയായിരിക്കും വാടക? അങ്ങനെയുള്ളൊരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താഴത്തെ നില 300 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു തുടക്കി വാടകയ്ക്ക് താമസിക്കും. ഇതിലൊരു വിമർശനം. മറ്റൊന്ന്, ശബരിനാഥൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനത്തെ വരിയാണ്, എല്ലാ കൗൺസിലർമാർക്കും, അങ്ങനെ ഒരു പക്ഷപാതം പാടില്ല, എല്ലാ കൗൺസിലർമാർക്കും നഗരസഭ തന്നെ പര്യാപ്തമാകുന്ന സൗകര്യമുള്ള മുറി ഒരുക്കണം. അങ്ങനെ 2 കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനമായും ശബരിനാഥൻ എന്തിനാണ് ഈ സമയത്ത്, അതായത് ഈ ഒരു വിഷയത്തോട് BJP പോലും ഇന്നലെ മേയർ വി രാജേഷ് അടക്കം ഈ വിഷയത്തോട് ഇത് രാഷ്ട്രീയമായി മുതലെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന് വി രാജേഷ് തന്നെ പറയുന്നു. അങ്ങനെ BJP പോലും ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി ഇതിനെ കാണാത്തൊരു സന്ദർഭത്തിൽ മറ്റൊരു പാർട്ടിയുടെ, പ്രധാനമായും മറ്റൊരു മുന്നണി, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷവും UDFും കൂടി ഒന്നിച്ചു നിൽക്കുമെന്ന് നേരത്തെ കെ. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ നഗരസഭയിലടക്കം BJPക്കെതിരെ ഒരു വലിയ ബദലായി വലിയൊരു സ്തംഭനം ഉണ്ടാക്കാൻ, അതായത് കേന്ദ്രം ഈ രീതിയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി നഗരസഭയെ മുതലെടുക്കാൻ ശ്രമിച്ചാൽ വലിയ രീതിയിൽ തങ്ങൾ UDFും LDFും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കെ. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷത്തിനെ വിമർശിച്ചുകൊണ്ട് നഗരസഭയിൽ അവിടെ R. ശ്രീലേഖയെ അനുകൂലിച്ചുകൊണ്ടും ഇവിടെ ശബരിനാഥൻ ഒരു നിലപാടെടുക്കുന്നതും ഒപ്പം തന്നെ അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അത് തീരുമാനമെടുക്കേണ്ടത് നഗരസഭയാണ്. നഗരസഭയ്ക്ക് വേണമെങ്കിൽ ഈ വാടകയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത് അത്തരം കാര്യങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ആ നഗരസഭയുടെ കെട്ടിടം അത് നഗരസഭയ്ക്ക് തന്നെ വീണ്ടെടുക്കാൻ സാധിക്കും. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് അത് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി ഒരുക്കി നൽകിയ കെട്ടിടമാണ്. ഇപ്പോഴത് വി.കെ. പ്രശാന്ത് 7 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്നതും R. ശ്രീലേക്ക് അവിടെ സൗകര്യമില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചതും അത് വലിയ വിവാദമായതും അത് മാധ്യമങ്ങൾ ആ വിഷയങ്ങൾ ഏറ്റെടുത്തും 2 ഭാഗത്തുനിന്നും
അതിൻ്റെ വാദഗതികളും അതിൻ്റെ അഭിപ്രായങ്ങളും ഉയർന്നു. ഇപ്പോഴിതാ ഒരു മുൻ MLA യും ഇപ്പോഴത്തെ കൗൺസിലറും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.